ഹായ്, ഞാൻ സുസ്മിത. വെൽക്കം ടു ദ ലൂം റൂം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് ഒരുപാട് മെസ്സേജസ് വന്നു എങ്ങനെയാണ് ഞാൻ ഈ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്, ഫാബ്രിക് സോഴ്സിങ്ങിനെ കുറിച്ചും പിന്നെ ഏകദേശം എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ആവും തുടങ്ങാൻ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നു. ഒന്ന് രണ്ട് മെസ്സേജസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രൈവറ്റായിട്ട് DM ചെയ്യാം, പക്ഷേ ഇത് ഒരുപാട് വന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാം, എന്നിട്ട് ലിങ്ക് അയച്ചു കൊടുത്താൽ മതിയാവുമല്ലോ. അതുകൊണ്ട് അതിനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഹൗ ഐ സ്റ്റാർട്ടഡ് മൈ ക്ലോത്തിങ് ബ്രാൻഡ് ദ ലൂം റൂം ആണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ നമുക്കൊരു ക്ലോത്തിങ് ബിസിനസ് പല രീതിയിൽ തുടങ്ങാം. ഒന്നാമത്തേന്ന് പറയുന്നത് റീസെല്ലിംഗ് ആണ്. റീസെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പാർട്ടിയുടെ കയ്യിൽ അവരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രസ്സസിൻ്റെ ഫോട്ടോസ് നമ്മൾ അയച്ചു കൊടുക്കും, മേ ബി വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ മറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ വരുമ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മുടെ മാർജിനും എടുത്ത് ഇവർക്ക് കൊടുക്കും, കസ്റ്റമേഴ്സിന് കൈമാറും. അതാണ് റീസെല്ലിംഗ്. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഈ സാധാരണ ഷോപ്പിലൊക്കെ ഉള്ള പോലെ ഹോൾസെയിലായിട്ട് നമ്മൾ കുർത്തീസോ ഡ്രസ്സസോ ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ ഷോപ്പിൽ വിൽക്കും. അത് ഓൺലൈനിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഹോൾസെയിൽ, അത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡ്രസ്സസ് വാങ്ങി വിൽക്കുക. പിന്നെ മൂന്നാമത്തെ കാറ്റഗറിയാണ് നമ്മൾ ഹോൾസെയിലായിട്ട് ഫാബ്രിക് വാങ്ങിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ മോഡൽ അനുസരിച്ച് അത് സ്റ്റിച്ച് ചെയ്തിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ആ മെത്തേഡാണ്. അപ്പോൾ അതിൽ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അപ്പോൾ ആദ്യമേ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ആദ്യമേ ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എവിടുന്ന് ഫാബ്രിക് വാങ്ങും, ഫാബ്രിക് സോഴ്സിങ്. അപ്പോൾ ഈ ഫാബ്രിക് സോഴ്സിങ്ങിൽ നമ്മൾ ഏത് ലൊക്കേഷനിലാണോ ഏത് ഏരിയയിലാണോ ഉള്ളത് അവിടെ അടുത്ത് ഇങ്ങനെ ബൾക്കായിട്ട് ഹോൾസെയിലായിട്ട് ഫാബ്രിക് കൊടുക്കുന്നിടോ ഉണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കണം. എന്നിട്ട് അങ്ങനെ അന്വേഷിച്ച് കിട്ടുവാണെങ്കിൽ ഓക്കെ, അത് തന്നെ പ്രൊസീഡ് ചെയ്യാം. അല്ല, നമുക്ക് വേണ്ട സാധനം, നമ്മുടെ ബ്രാൻഡിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലോത്ത്സ് നമുക്ക് അല്ലെങ്കിൽ മെറ്റീരിയൽ നമുക്ക് കിട്ടിയില്ല എങ്കിൽ, നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ കിട്ടിയില്ല എങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഗൂഗിളിൽ നോക്കും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സൈറ്റാണ് ഇന്ത്യ മാർട്ട്. ഇന്ത്യ മാർട്ടിൽ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്താണോ വേണ്ടത്, ഏത് മെറ്റീരിയൽ. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബ്രാൻഡിൽ കോട്ടൺ ഫാബ്രിക് അല്ലെങ്കിൽ നാച്ചുറൽ ഫാബ്രിക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇന്ത്യ മാർട്ടിൽ നമ്മൾ സെർച്ച് ചെയ്താൽ മതി, നമുക്ക് എന്താ വേണ്ടത്, എന്ത് ഫാബ്രിക്കാണ് വേണ്ടതെന്ന് സെർച്ച് ചെയ്താൽ നമുക്കൊരു വെൻഡേഴ്സിൻ്റെ ലിസ്റ്റ് വരും. അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യുക, നമുക്ക് വേണ്ട ഫാബ്രിക് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ പർച്ചേസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് വൺ, ഫാബ്രിക് സോഴ്സിങ്. പിന്നെ വരുന്നത് സ്റ്റിച്ചിങ് ആണ്. ചില ക്ലോത്തിങ് ബ്രാൻഡുകാർക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ടാവും. അതുണ്ടെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഈ ബൾക്കായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന യൂണിറ്റുകൾ നമ്മൾ കണ്ടുപിടിക്കണം. പ്രോബബ്ലി നിയർ ബൈ ഉള്ളത് കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ അതും ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്, പക്ഷേ അതിൻ്റെ പ്രൊസീജിയർ എനിക്കറിയില്ല. ഞാനിവിടെ അടുത്തുള്ളിടത്താണ് സ്റ്റിച്ചിങ് ചെയ്യിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഓൺലൈൻ സൈഡ് എനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു മോഡൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിക്കുക, സാമ്പിളിങ് ചെയ്യിക്കുക, എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക. പിന്നെ അങ്ങനെയാണ് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ. പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചത് എത്ര ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങണം. ആക്ച്വലി ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലോത്തിങ് ബിസിനസ് ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യമേ തന്നെ നമ്മൾ ഒരുപാട് ഫാബ്രിക് എടുത്ത് ഒരുപാട് സ്റ്റിച്ച് ചെയ്ത് ഒരുപാട് സൈസിലിട്ട് അങ്ങനെ ചെയ്യാതെ നമ്മുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റിക്ക് ചേരുന്ന രീതിയിലുള്ള കുറച്ച് ഡ്രസ്സസോ കുർത്താസോ എന്തുവാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതൊരു മിനിമം ക്വാണ്ടിറ്റിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ മിനിമം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നമ്മൾ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുക, ഓൺലൈനായിട്ട് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുമോ വിറ്റ് പോവുമോ ഒന്നും ചെയ്യത്തില്ല.
അതിന് സമയമെടുക്കും, അതിൻ്റേതായ സമയമെടുക്കും റീച്ച് കിട്ടാൻ, ആളുകളിലേക്ക് എത്താൻ. പ്രത്യേകിച്ച് ഓൺലൈനിലാവുമ്പോൾ വളരെ സ്ലോയിലായിരിക്കും ഗ്രോത്ത്. അല്ലെങ്കിൽ അതുപോലുള്ള കോണ്ടന്റ് ഒക്കെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് റീച്ച് കിട്ടി അങ്ങനെ ആവാം. അല്ലാത്ത പക്ഷം നമുക്ക് പതിയെ തന്നെ ഇത് അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മുടെ ഏതാ കൂടുതൽ വിറ്റ് പോകുന്നത്, അല്ലെങ്കിൽ ഏതിനാ കൂടുതൽ എൻക്വയറി വരുന്നത്, അതനുസരിച്ച് മുന്നോട്ട് പോവുക. അതനുസരിച്ച് അതിനെ ബേസ് ചെയ്തിട്ട് അടുത്ത സ്റ്റോക്ക് എടുക്കുക. അങ്ങനെ വളരെ പയ്യെ തുടക്കം സ്റ്റാർട്ട് സ്മോൾ എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെയാണ്. എപ്പോഴും തുടങ്ങുമ്പോൾ ചെറുതായിട്ട് തുടങ്ങുക, എന്നിട്ട് പയ്യെ പയ്യെ അത് ബിൽഡ് ചെയ്ത് മേളിലോട്ട് കൊണ്ടുവരിക. അതാണ് ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ ഈ ഫാബ്രിക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഞാൻ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പിന്നെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതൊക്കെ എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ഒരു വീഡിയോയും കൂടെ ചെയ്യാം. അപ്പോൾ ടാറ്റ.